BJP വയനാട് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് മലവയൽ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ പ്രശാന്ത്, ജനം TV ആണ് ഈ വിഷയം ആദ്യമായി ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. 1000-ലധികം വർഷം പഴക്കമുള്ള തിരുനെല്ലി ക്ഷേത്രം, അതിൻ്റെ പുനരുദ്ധാരണമൊക്കെ അത്യാവശ്യമായി നടക്കേണ്ട ഒരു ഘട്ടമുണ്ട്. ഈ സമയത്താണ് ഇതിൻ്റെ പണം, ഈ ദേവസ്വത്തിൻ്റെ പണം മുഴുവൻ സഹകരണ ബാങ്കിൽ നിക്ഷേപിക്കുന്ന സാഹചര്യം ഉണ്ടായത്. വലിയ ഇടപെടൽ BJPയുടെ ഭാഗത്തു നിന്നടക്കമുണ്ടായി. ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും വളരെ കൃത്യമായ ഒരു മുന്നറിയിപ്പ് സംസ്ഥാന സർക്കാരിന്, സഹകരണ ബാങ്കിന് ലഭിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് അങ്ങ് പ്രതികരിക്കുന്നത് ഈ വിഷയത്തിൽ? സ്തുത്യർഹമായിട്ടുള്ള വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് സുപ്രീം കോടതിക്കും അതുപോലെ തന്നെ ജനം TVക്കും, ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന ജനം TVക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഈ കേരളത്തിലെ ഹൈന്ദവന്റെ ഒരു വികാരം, പ്രത്യേകിച്ച് എല്ലാ കാലത്തും ഹിന്ദു വിഭാഗത്തോട് കാണിക്കുന്ന അവജ്ഞയും പുച്ഛവും അത് കൃത്യമായി സുപ്രീം കോടതി മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാലാകാലങ്ങളായി ഹൈന്ദവന്റെ ക്ഷേത്ര സ്വത്തും അതുപോലെ തന്നെ ഹിന്ദുവിന്റെ മറ്റുള്ള സ്വത്തുക്കളും കൊള്ളയടിക്കുന്ന പരമ്പരാഗതമായിട്ടുള്ള ഒരു ശൈലിയാണ് ദേവസ്വം ബോർഡുകൾ, പ്രത്യേകിച്ച് കേരളത്തിലെ ദേവസ്വം ബോർഡുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ കൃത്യമായിട്ട് പഠിച്ച് അത് മനസ്സിലാക്കി അത് വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി ക്ഷേത്ര സ്വത്ത് ക്ഷേത്രങ്ങൾക്ക് തന്നെ ഉള്ളതാണ്, അത് ഹിന്ദുവിൻ്റെതാണ് എന്ന് ഒരു അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രീതിയിൽ വിധി പ്രസ്താവിച്ചിരിക്കുന്നത് വളരെയധികം സ്വാഗതാർഹമാണ്. ഹൈന്ദവന്റെ വികാരം ഒന്നുകൂടി ഉയർത്തിപ്പിടിക്കുന്ന തരത്തിലുള്ള വിധി തന്നെയാണ് വന്നിരിക്കുന്നത്. സ്വാഗതം ചെയ്യുകയാണ് വിധിയെ. വളരെയധികം നന്ദി പ്രശാന്ത് മലവയൽ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.